ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യേണ്ട ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒന്നുമില്ല, എൻ്റെ ഒരു പരീക്ഷണം. ഇവിടെ വേണ്ട ഞാൻ അമ്പലത്തിലേക്ക് പൊങ്കാലയ്ക്കും പിന്നെ ഇങ്ങനെ നമ്മളെ വിശേഷമൊക്കെ വരുമ്പോൾ ഗണപതി ഒരുക്കിന് വെക്കാനായിട്ട് നമ്മൾ അവിലും മലരും എല്ലാം എനിക്ക് കൊല്ലത്താണെങ്കിൽ നാട്ടിൽ ഞങ്ങൾക്ക് ഗണപതി ഒരുക്കിന്റെ മിക്സ് ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടും. അതിനകത്ത് എല്ലാം നമ്മൾ ഗണപതിക്ക് വെക്കുന്ന എല്ലാം കുറേശ്ശെ കുറേശ്ശെ കാണും, എല്ലാം കൂടെ ഒരു പാക്കറ്റ് ആയിട്ട് കിട്ടും. ഇവിടെ പക്ഷെ നമുക്ക് അതൊന്നും കിട്ടത്തില്ല, എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പൊ മലർന്ന് പറയുമ്പം 10 രൂപയ്ക്ക് വലിയൊരു പാക്കറ്റ് ആണ് കിട്ടുന്നത്. അത്രയും കൂടെ നമ്മൾ ഗണപതി ഒരിക്കലും വെക്കത്തില്ല, ഒരു ശകലേ ഞാൻ വെക്കത്തുള്ളൂ. കാരണം ഇല നിറച്ചത് വെക്കാം, അത് മാത്രമല്ലല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഇതെല്ലാം ഇരിക്കുവായിരുന്നു. അപ്പൊ എന്റെ അമ്മ വന്ന് 2 പ്രാവശ്യമായിട്ട് വാങ്ങിയ മലരെല്ലാം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അമ്മ വന്ന് ചോദിച്ചു, നിനക്ക് ഇത് എന്തെങ്കിലും ചെയ്തുകൂടെ? എന്തോ ചെയ്യാനാണ്. അങ്ങനെ ഞാൻ വെച്ചെന്നാ പിന്നെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതും അറിയത്തുമില്ല. അപ്പൊ അരച്ചുമ്പോ അങ്ങ് തിന്നുകൂടെയത്, അവലാടെ നരച്ചെങ്കിലും തിന്നെ, ഈ മലർ എന്തോ ചെയ്യാനാ. അങ്ങനെ ഞാൻ വെച്ചെന്നാ പിന്നെ എള്ളുണ്ട ഉണ്ടാക്കുന്ന ഒരു ഉണ്ട ഉണ്ടാക്കി നോക്കാണ്. അങ്ങനെ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കി നല്ല ആദ്യം ഒന്ന് ഉരുക്കിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിലോട്ട് അയച്ചൊഴിച്ച് നല്ലതായിട്ട് അത് ഒരു നൂൽ പരുവത്തിലേക്ക് കുറുകി കൊണ്ടുവന്നു. ഈ സമയത്ത് ഞാൻ നമ്മുടെ മലർ എടുത്തിട്ട് അതിനകത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ മലറിനകത്ത് മൊത്തം തവിടല്ലേ, അതൊക്കെ ഒന്ന് മാറ്റി തരുവാണെങ്കിൽ ഞാൻ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അത് വന്ന പിറ്റേ ദിവസം തന്നെ മാറ്റി വെച്ചതാണ്. പക്ഷെ ഞാൻ പിന്നെ അവിടെ നിന്നും മടി കാരണം അങ്ങനെ പോയി. അങ്ങനെ അത് ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത്, ഒരുപാട് തരിയുമല്ല എന്നാൽ എൻ്റെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുത്തു. അങ്ങനെ എന്തായാലും ശർക്കര ഒരു നൂൽ പരുവത്തിലായപ്പോഴത്തേന് അതിനകത്തോട്ട് ഈ പൊടിച്ചു വെച്ച മലറും കൂടി എടുത്ത് തട്ടി അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ശർക്കരയൊക്കെ ഒന്ന് പറ്റി നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് വിട്ട ഉടനെ കയ്യിൽ ഇച്ചിരി നെയ്യും കൂടെ തേത്ത് അത് നല്ലതായിട്ട് ഉരുട്ടിയെടുത്ത്. പക്ഷെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പർ സാധനമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിന്നെ ഇതും കൊണ്ട് എന്തോ ഉണ്ടാക്കും, യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കുറെ പേര് ഇതുകൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നു, വേറെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പം പായസം ഒന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചെന്നാ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും. കാരണം എള്ളുണ്ടയൊക്കെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വെച്ചെന്നാ പിന്നെ ഇതും കൊണ്ട് ഒരു ഉണ്ട ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ ഈ പൊരിയുണ്ട ഉണ്ടല്ലോ, പൊരിയും കൊണ്ടുള്ള പിന്നെ മലരുണ്ട ഉണ്ടാക്കി എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അത് ഉണ്ടാക്കി നോക്കിയ പക്ഷെ സൂപ്പർ ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ പൊരിയുണ്ട കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ഇത്. നല്ലതായിരുന്നു, നല്ലൊരു റെസിപ്പി ആയിരുന്നു. അപ്പം എന്തായാലും പുതിയൊരായിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കൂലേ, എന്താ പിന്നെ എന്റെ ഇത് കുക്കിംഗ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കെന്ന് വെച്ച് ഷെയർ ചെയ്തതാണ്. അങ്ങനെ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുതിയ വീഡിയോസ് ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ബൈ.